Good morning, sir. Good morning. Polynomials. Polynomials. Factors. Yes. A square minus b square. Yes. X square minus y square. X plus y into x minus y. Very good. Thank you, sir. ഇവിടെ നമ്മൾ ഈ വൈക്ക് പകരം ഓരോ നമ്പേഴ്സ് എങ്ങനെയായിരിക്കും? അപ്പം ആദ്യം വൈക്ക് പകരം 1 ഉണ്ട് അല്ലേ? അപ്പൊ എന്തായിരിക്കും വരും? x plus 1 into x minus 1 LHS ഉൾപ്പെടെ വായിക്കും. x square minus 1 square. x square minus 1 square അതായത് 1 അല്ലേ? അപ്പൊ അതെങ്ങനെ എഴുതാം? x plus 1 into x minus 1. ശരി. എല്ലാം പഠിച്ചിട്ടുണ്ടോ? x plus 1 into x minus 1. ഇനി അതുപോലെ വൈക്ക് 2 കൊടുത്താലും X square minus 4. x square minus 4 ഇതിനെങ്ങനെ എഴുതാം? X plus 2 into x minus 2. x minus 2 x minus 2. അപ്പോൾ ഇത് നോക്കിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും മനസ്സിലാവുമോ? ഇല്ല. LHS ഉം RHS ഉം നോക്കിയാണ്. LHS ഒക്കെ ഇത് ഏത് ഡിഗ്രി പോളിനോമിയലാണ്? 2. second degree. Second. ഡിഗ്രി. RHS നോക്കുക. First degree. ഏത്? First degree. ഫസ്റ്റ് ഡിഗ്രിയുടെ ഏതൊക്കെ ഉണ്ട്? ഒരെണ്ണം മാത്രമേ ഉള്ളൂ. രണ്ടെണ്ണം. രണ്ടെണ്ണത്തിന്റെ ഏതാണ്? രണ്ടെണ്ണത്തിന്റെ എന്തോന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ മൾട്ടിപ്ലിക്കേഷൻ. പ്രോഡക്റ്റ് പ്രോഡക്റ്റ്. അല്ലേ? അതായത് ഇതെല്ലാം ഇൻറ്റു അല്ലേ? അതെ. നമുക്ക് എങ്ങനെ എഴുതാം? സെക്കൻഡ് ഡിഗ്രിനെ എങ്ങനെ എഴുതി? ഫസ്റ്റ് ഡിഗ്രിയുടെ പ്രോഡക്റ്റ്. ഇനിയാണ് നമ്മളെ ടോപ്പിക്കിലോട്ടോ. നമ്മുടെ ടോപ്പിക് ഏതാണ്? ഫാക്ടേഴ്സ് അല്ലേ? നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. 12. 12ന് ഏതെങ്കിലും രണ്ട് നമ്പറിന്റെ മൾട്ടിപ്ലൈ പറഞ്ഞത് 6 into 2. ഏതാണ്? 6 into 2. 6 into 2. വെരി ഗുഡ്. അപ്പോൾ നമ്മൾ എന്താണ് എഴുതി? ഈ 12ന് രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതി അല്ലേ? അപ്പൊ ആ രണ്ട് നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ Factors. ഫാക്ടേഴ്സ് അല്ലേ? അപ്പോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു എക്സ്പ്രഷനിൽ ഈ പോളിനോമിയലിൽ ഈ x സ്ക്വയർ മൈനസ് 1ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയായിരിക്കും? X plus 1 x minus 1. x minus 1 അല്ലേ? ഇതിലാണെങ്കിലോ x minus 4ന്റേതാണെങ്കിലോ plus 2 x minus 2. x plus 2 x minus 2. ഓക്കെ. ഇനി വേറെ എക്സാമ്പിൾ. x square plus 1 into x plus 2. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? X plus 1 into x plus 1 into ഇത് നമ്മള് multiply. പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. x cube plus x cube plus 2x square plus 2x square plus x plus 2. x plus 2. വെരി ഗുഡ്. സാർ അവിടെ പ്ലസ് ഇട്ടില്ല. ഇവിടെ 2x square plus x. ഓക്കെ. ശ്രദ്ധിക്കുന്നുണ്ട്. ഇതുപോലെ പരീക്ഷയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കും. അല്ലെങ്കിൽ ഇതുപോലെ മിസ്റ്റേക്ക് വരും. അപ്പോ ഇതിനെ ഒന്ന് തിരിച്ചെഴുതാം. ഇതിപ്പോ ഏത് ഡിഗ്രി പോളിനോമിയലാണ്? Second degree. സെക്കൻഡ്. ഇതാണെങ്കിലോ First. നമുക്ക് പ്രോഡക്റ്റിൽ ഏത് വന്നു? Third. തേർഡ്. അപ്പോൾ ഇതിനെ RHS LS എന്ന് തിരിച്ചെഴുതി. അതായത് x cube plus 2x square plus x plus എങ്ങനെ എഴുതി? തിരിച്ചു പറയുമ്പോൾ എങ്ങനെ വരും? X square plus 1 into x plus 2. Square plus 1 into x plus 2. ഇവിടെ നോക്കിയാണ്. ഇവിടെ ഏത് ഡിഗ്രി പോളിനോമിയലാണ്? തേർഡ് ഡിഗ്രി. തേർഡ് ഡിഗ്രി നമ്മൾ എങ്ങനെ എഴുതി? സെക്കൻഡ് ഡിഗ്രിയുടെ സെക്കൻഡ് ഡിഗ്രിയിലെ
ഫസ്റ്റ് ഡിഗ്രിയുടെ പ്രോഡക്റ്റ്. അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒരു ഏതെങ്കിലും ഒരു ഡിഗ്രി, ഒരു n ഡിഗ്രി പോളിനോമിയൽ തന്നാൽ അതിന് നമുക്ക് n ഡിഗ്രി n-1 തൊട്ട് അങ്ങോട്ടുള്ള ഡിഗ്രികളിൽ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഫാക്ടേഴ്സിന്റെ ജനറൽ ഡെഫിനിഷൻ പഠിക്കാം. പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ശ്രമിച്ചു. ഒരു ക്യൂ ഓഫ് എക്സ് ഒരു പോളിനോമിയൽ ആണെങ്കിൽ പി ഓഫ് എക്സ് പോളിനോമിയൽ ആണെങ്കിൽ ആർ ഓഫ് എക്സും ക്യൂ ഓഫ് എക്സ് ആർ ഓഫ് എക്സ്. ആർ ഓഫ് എക്സ്. അതായത് പി ഓഫ് എക്സിനെ നമ്മള് ക്യൂ ഓഫ് എക്സ് എന്നും ആർ ഓഫ് എക്സ് എന്ന് പറയുന്ന രണ്ട് പോളിനോമിയലിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ ആ ക്യൂ ഓഫ് എക്സിനെ ആർ ഓഫ് എക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പി ഓഫ് എക്സിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ ടോപ്പിക് മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ഇതിലെന്ന് പറഞ്ഞ് വാട്ട് ഈസ് എ ഫാക്ടർ? If P of x is a polynomial and if P of x can be written as the as product the product of other polynomials Q of x and R of x, are the it factors. is the factors of P of x. ക്യൂ ഓഫ് എക്സിനെ ആർ ഓഫ് എക്സിനെ നമ്മൾ എന്തെന്ന് പറയുന്ന ക്യൂ ഓഫ് എക്സിന്റെ ഫാക്ടേഴ്സ്. അപ്പൊ എല്ലാവരും കൈയ്യടിയിട്ട് താങ്ക് യു. ഇത് നാളെ പഠിച്ചോണ്ട് പറഞ്ഞു ചോദിക്കും. ഓക്കെ അല്ലേ?